ചങ്ങനാശ്ശേരി രൂപതയുടെ ആദ്യത്തെ മെത്രാനായിരുന്നു ബിഷപ്പ് തോമസ് കുരിയാളശ്ശേരി. അദ്ദേഹം സ്വർഗപ്രാപ്തനായിട്ട് ജൂൺ മാസം 2-ാം തീയതി 100 വർഷങ്ങൾ പൂർത്തിയായി. ചങ്ങനാശ്ശേരി അതിരൂപതയും കുരിയാളശ്ശേരി പിതാവ് ആരംഭിച്ച ആരാധനാ സന്യാസിനി സമൂഹവും അദ്ദേഹത്തിൻ്റെ സ്മരണയിലാണ്. 1873 ജനുവരി 14-ാം തീയതിയാണ് കുട്ടനാട്ടിലുള്ള ചമ്പക്കുളത്ത് ബിഷപ്പ് കുരിയാളശ്ശേരി ജനിക്കുന്നത്. ജന്മദേശത്തും ചങ്ങനാശ്ശേരിയിലും മാന്നാനത്തുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം വൈദിക പഠനത്തിനു വേണ്ടി അദ്ദേഹം റോമിലേക്ക് അയക്കപ്പെട്ടു. 1899 അദ്ദേഹം റോമിൽ വെച്ച് വൈദിക പട്ടം സ്വീകരിച്ചു. താമസിയാതെ തന്നെ നാട്ടിൽ തിരിച്ചെത്തി. 10 വർഷക്കാലം സ്ഥാപനങ്ങളിലും പള്ളികളിലുമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1911 38-ാമത്തെ വയസ്സിൽ കുരിയാളശ്ശേരിൽ തോമസ് അച്ഛൻ മെത്രാനായി അഭിഷേകം സ്വീകരിച്ചു. ക്രിസ്തുവിലെല്ലാം നവീകരിക്കുക എന്ന മുദ്രാവാക്യം അദ്ദേഹം സ്വീകരിച്ചു. 14 വർഷമാണ് ഈ ലോകത്തിൽ ഇടയനടുത്ത ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം അനുവദിച്ചത്. മാർപ്പാപ്പയെ സന്ദർശിക്കുന്നതിനു വേണ്ടി റോമിലെത്തിയ സമയത്ത് കുരിയാളശ്ശേരി പിതാവ് രോഗബാധിതനാവുകയും 1925 ജൂൺ മാസം 2-ാം തീയതി അദ്ദേഹം മരിക്കുകയും ചെയ്തു. മൃതസംസ്കാരം റോമിൽ തന്നെയാണ് നടന്നത്. 10 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമി ചങ്ങനാശ്ശേരിയുടെ അധ്യക്ഷൻ ബിഷപ്പ് ജെയിംസ് കാളാശ്ശേരിയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചങ്ങനാശ്ശേരിയിൽ കൊണ്ടുവന്ന് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ മധുബഹായിൽ അടക്കം ചെയ്തത്. ചങ്ങനാശ്ശേരിയുടെ ആദ്യത്തെ മെത്രാൻ എന്നുള്ള നിലയിൽ രൂപതയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവായിരുന്നു. ആധ്യാത്മികമായ അടിത്തറയിൽ ഉറപ്പിക്കാനാണ് അദ്ദേഹം അങ്ങേയറ്റം തൻ്റെ സമയവും ഊർജവും ചെലവഴിച്ചത്. വിശ്വാസികൾക്ക് ആത്മീയ അടിത്തറ ഉറപ്പിക്കുന്നത് പോലെ തന്നെ തൻ്റെ ആത്മീയ ജീവിതം മെച്ചപ്പെടുത്തിയെടുക്കുവാനും പിതാവ് ശ്രദ്ധിച്ചിരുന്നു. ഒരു ആത്മീയ ആചാര്യനായിട്ടാണ് വിശ്വാസികൾ അദ്ദേഹത്തെ കണ്ടത്. അതുകൊണ്ടാണ് 1985 ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ നാമകരണ നടപടികൾ ആരംഭിച്ചത്. ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിൻ്റെ തുടക്കമാണ് രൂപതാ കോടതിയുടെ രൂപീകരണം. അതായത് ഒരു മനുഷ്യൻ, അത് വിശ്വാസിയാകട്ടെ, വൈദികനാകട്ടെ, മെത്രാനാകട്ടെ, സന്യാസിയാകട്ടെ, വീരോചിതമായ രീതിയിൽ പുണ്യം അഭ്യസിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ അവരുടെ പുണ്യജീവിതം യഥാർത്ഥമായിരുന്നുവെന്ന് പഠിക്കുന്നതിന് ആധികാരികമായ റിപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് രൂപതാ മെത്രാൻ, രൂപതാ കോടതി ആരംഭിക്കുന്നത്. അങ്ങനെ രൂപതാ കോടതി ഒരാളുടെ വിശുദ്ധി പഠിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചാൽ ആ സമയത്ത് അദ്ദേഹം ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അങ്ങനെയാണ് ബിഷപ്പ് കുരിയാളശ്ശേരി 1985 ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. സഭയിൽ ഒരാൾ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് കർശനമായ നടപടിക്രമങ്ങളുണ്ട്. അതിലാദ്യത്തേതാണ് രൂപതാ കോടതിയുടെ സ്ഥാപനം അഥവാ സെർവൻ്റ് ഓഫ് ഗോഡ്, ദൈവദാസ പദവിയിലേക്ക് ഉയർത്തുക എന്നുള്ളത്. രണ്ടാമത്തെ പദവിയാണ് ധന്യരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്ന അവസ്ഥ. ബിഷപ്പ് കുരിയാളശ്ശേരി ധന്യപദവിയിലേക്ക് ഉയർത്തപ്പെടുകയുണ്ടായി.
അതായത് രൂപതാ കോടതിയുടെ പഠനത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നു. വീരോചിതമായ ക്രൈസ്തവ ജീവിതം നയിച്ചു, ആഴമായ വിശ്വാസ ജീവിതം അദ്ദേഹം നയിച്ചു. അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രബോധനങ്ങൾ സഭയുടെ ചൈതന്യത്തിന് നിരക്കുന്നതായിരുന്നു. വ്യതിചലനങ്ങൾ ഒന്നുമുണ്ടായിരുന്നില്ല. സുഹൃതത്തിൽ വളരുകയും മറ്റുള്ളവരെ സുഹൃതങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു. വിശുദ്ധ പദവിയിലേക്കുള്ള മൂന്നാമത്തെ ഘട്ടമാണ് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുക എന്നുള്ളത്. ഒരാൾ വാഴ്ത്തപ്പെട്ടവനായി തീരുന്നതിന് അത്ഭുതങ്ങളുടെ സാക്ഷ്യം ആവശ്യമാണ്. രോഗശാന്തിയുടെയോ സൗഖ്യത്തിൻ്റെയോ രൂപത്തിലുള്ള അത്ഭുതങ്ങളാണ് ഒരാളുടെ പേരിൽ തെളിയിക്കപ്പെടേണ്ടത്. അത്ഭുതങ്ങൾ സ്ഥിരീകരിക്കുന്നത് ഡോക്ടർമാരുടെ പഠനത്തിന് ശേഷം, ദൈവശാസ്ത്രജ്ഞന്മാരുടെ പ്രത്യേകമായ പരിശോധനകൾക്ക് ഒക്കെ ശേഷമാണ്. ഒരു വ്യക്തി വാഴ്ത്തപ്പെട്ടവനായി മാറിയാലും വീണ്ടും അത്ഭുതങ്ങളുടെ സാക്ഷ്യമുണ്ടാകുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നത്. എല്ലാ പരിശോധനകൾക്കും ശേഷം സഭയ്ക്ക് ബോധ്യപ്പെടുന്ന അവസരത്തിൽ മാത്രമാണ് പരസ്യമായ വണക്കത്തിനു വേണ്ടി വാഴ്ത്തപ്പെട്ടവരെയും വിശുദ്ധരെയും ഔദ്യോഗികമായി സഭ പ്രഖ്യാപിക്കുന്നത്. കുരിയാളശ്ശേരി പിതാവ് വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് എത്തുന്നതിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. പിതാവിനെ വിശ്വാസ സമൂഹം ഓർമ്മിക്കുന്നതും ആദരിക്കുന്നതും 2-3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്നാമത്തേത്, അദ്ദേഹം അസാധാരണമായ പരിശുദ്ധ കുർബാന ഭക്തിയുള്ള ആളായിരുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ദീർഘസമയം അദ്ദേഹം പ്രാർത്ഥനാ നിരതനാകുമായിരുന്നു. സ്വർഗത്തിലെ മാലാഖമാര് പരിശുദ്ധൻ 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 എന്ന് ദൈവത്തെ പാടി സ്തുതിക്കുന്നത് പോലെ നിത്യവും ദൈവത്തെ പരിശുദ്ധ കുർബാനയിൽ ആരാധിക്കുന്നതിനു വേണ്ടി ഒരു ഗണം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം 1908 ആരാധനാ സന്യാസിനി സമൂഹത്തിന് രൂപം കൊടുത്തത്. ചെറിയ തോതിൽ ആരംഭിച്ച ആ സന്യാസിനി സമൂഹം ഇപ്പോൾ വളർന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായി സേവന നിരതരായിരിക്കുകയാണ്. 22 പ്രോവിൻസുകളിലായി 4000-ലധികം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിയും ദൈവജനത്തെ ശുശ്രൂഷിച്ചും തങ്ങളുടെ സേവനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. കുരിയാളശ്ശേരി പിതാവ് സഭയുടെ ആത്മീയ ഉണർവിനു വേണ്ടി തിരുമണിക്കൂർ, 13 മണി ആരാധന, 40 മണി ആരാധന, രാത്രി ആരാധന, പരിശുദ്ധ കുർബാനയുടെ ആഘോഷമായ പ്രദക്ഷിണം തുടങ്ങിയ ഭക്താനുഷ്ഠാനങ്ങൾക്ക് ആരംഭം കുറിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പിതാവ് ഓർമ്മിക്കപ്പെടുന്നത് ഇടയലേഖനങ്ങളുടെ പേരിലാണ്. അതായത് മനുഷ്യനെ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന സാമൂഹിക തിന്മകൾക്കെതിരെ സന്ധിയില്ലാത്ത സമരമാണ് അദ്ദേഹം ഇടയലേഖനങ്ങളിലൂടെ നടത്തിയത്. മദ്യത്തെ തിന്മയായും പാപമായും അദ്ദേഹം അവതരിപ്പിച്ചു. അതുപോലെ തന്നെ ധനത്തിൻ്റെ ധൂർത്തിനും ആർഭാടത്തിനുമെതിരെ അദ്ദേഹം ശബ്ദിച്ചു. ക്രൈസ്തവ കുടുംബങ്ങൾ നന്മ നിറഞ്ഞ കുടുംബങ്ങളാകണമെന്നുള്ള നിഷ്ഠ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നാടിൻ്റെ വികസനത്തിനു വേണ്ടി സ്കൂളുകളും ജനങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ആതുരാലയങ്ങളുമൊക്കെ അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി. ഇന്നത്തെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണഭൂതനായത് ആദ്യത്തെ മെത്രാനായിരുന്ന അഭിവന്യ തോമസ് കുരിയാളശ്ശേരി പിതാവ് തന്നെയായിരുന്നു. എല്ലാവരുടെയും ആദരവിന്
അടിസ്ഥാന കാരണവും അതുതന്നെയാണ്. പിതാവ് വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്കും വിശുദ്ധ ഗണത്തിലേക്കും ദൈവ നിയോഗത്താൽ എത്രയും വേഗം എത്തിച്ചേരട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസയും.